നിങ്ങളുടെ സ്കൂളിൽ കലോത്സവം നടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഈ കലോത്സവത്തിൻ്റെ വിവരങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ IT ടീച്ചർ നിങ്ങളോട് പറഞ്ഞു അതിനാവശ്യമായിട്ടുള്ള വെബ് പേജ് നിങ്ങൾ തയ്യാറാക്കണം. ആ വെബ് പേജ് ജസ്റ്റ് വെറുതെ അങ്ങ് തയ്യാറാക്കിയാൽ പോരാ, അത് നല്ല ആകർഷകമായിരിക്കണം, നല്ല അട്രാക്റ്റീവായിട്ടായിരിക്കണം നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലൊരു വെബ് പേജ് എങ്ങനെ നല്ല മനോഹരമായിട്ട് വളരെ വേഗത്തിലും എളുപ്പത്തിലും തയ്യാറാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ 10ാം ക്ലാസ്സിലെ IT മൂന്നാമത്തെ ചാപ്റ്ററായ ദ അട്രാക്റ്റീവ് വെബ് ഡിസൈനിങ് മിഴിവോടെ എന്ന് പറയുന്ന ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കുന്നത്. സത്യത്തിൽ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കൃത്യമായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വെബ് ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അവയെക്കുറിച്ച് നിങ്ങൾക്ക് ചെറിയൊരു ധാരണ എന്തായാലും ഉണ്ടാവണം. ഇനി അതൊന്നും ഓർമ്മയില്ല എങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ കുറച്ചൊന്ന് കണ്ടാൽ മതി. നമുക്ക് ആ കാര്യങ്ങൾ ആദ്യം ഒന്ന് പഠിക്കാം, അതിനുശേഷം ഈ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഇത്തരത്തിലുള്ള കലോത്സവവുമായി ബന്ധപ്പെട്ട ഒരു വെബ് പേജ് നിങ്ങൾക്ക് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTML എന്ന് പറയുന്നത്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഒരു വെബ് പേജിന്റെ സ്ട്രക്ചർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് HTML ഉപയോഗിക്കാം. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു വെബ് പേജ് HTML ഉപയോഗിച്ചിട്ട് എങ്ങനെയായിരിക്കും തയ്യാറാക്കിയിട്ടുണ്ടാവുക? എന്താണ് ടാഗുകൾ, എന്താണ് ആട്രിബ്യൂട്ട്? ഈ ടാഗുകളും ആട്രിബ്യൂട്ടുകളും ഒക്കെ ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലൊരു വെബ് പേജ് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുണ്ടാവുക എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഈ ഒരു വെബ് പേജ് നൽകിയിട്ടുണ്ട്. ആദ്യം നിങ്ങളുടെ ഹോമിലേക്ക് പോവുക. ഹോമിൽ സ്കൂൾ റിസോഴ്സസ് എന്നൊരു ഫോൾഡർ ഉണ്ട്, ആ ഫോൾഡറിലേക്ക് വരിക. അവിടെ സ്റ്റാൻഡേർഡ് 10 എന്ന ഒരു ഫോൾഡർ കാണാം, ആ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. അതിനകത്ത് തന്നെ വെബ് ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്, ഈ ഒരു ഫോൾഡറിനുള്ളിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ഫയൽസ് ഉണ്ട്. അതിലിവിടെ അവസാനമായിട്ട് സ്കൂൾ കലോത്സവം .html എന്ന് പറഞ്ഞ ഒരു ഫയൽ ഇവിടെ കാണാൻ പറ്റും. ഇതിനെന്ത് ചെയ്യാം? ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഒന്നിക്കൽ നിങ്ങൾക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ വിത്ത് ഫയർഫോക്സ് എന്ന് കാണാൻ പറ്റും. അത് ഫയർഫോക്സ് ആയാലും കുഴപ്പമില്ല, ക്രോം ആയാലോ ക്രോമിയം ആയാലോ കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുക എന്നതാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നിക്കൽ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ഫയർഫോക്സ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാ ഇത്തരത്തിലൊരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത് സ്കൂൾ കലോത്സവത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു വെബ് പേജാണ്. ഇവിടെ കണ്ടോ, ഒരു ഹെഡിങ് ഉണ്ട്, അതിന് താഴെ വെൽക്കം ടു സ്കൂൾ കലോത്സവം പേജ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു ഇമേജ് വെച്ചിട്ടുണ്ട്, ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അത്തരത്തിൽ കുറേ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിനൊരു കളറൊക്കെ കൊടുത്തിട്ട് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഇത്തരത്തിൽ മനോഹരമായ ഒരു വെബ് പേജ് തയ്യാറാക്കിയത് കുറേ HTML ടാഗുകളും ആട്രിബ്യൂട്ടുകളും ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എവിടെയെങ്കിലും ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇമേജിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യരുത്, ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വ്യൂ പേജ് സോഴ്സ് എന്ന് കാണാം, വ്യൂ പേജ് സോഴ്സ്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കണ്ടോ, കുറേ HTML ടാഗുകൾ ഇവിടെ കാണാം, കുറേ ആട്രിബ്യൂട്ടുകൾ ഉണ്ട്, കുറേ കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. സത്യത്തിൽ ഇതാ ഇവിടെ ഈ ഒരു ലൈന് മുതൽ ഈ അവസാനത്തെ ഈ 123 എന്ന് പറഞ്ഞ ലൈൻ കണ്ടോ, ഇത്രയും വരെ കൊടുത്തത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ മനോഹരമായ ഒരു വെബ് പേജ് കിട്ടിയത്. ഇനി നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ടാഗുകൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. മുഴുവൻ ടാഗുകളും നമ്മളിപ്പോൾ നോക്കുന്നില്ല, എന്നാലും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം കണ്ടോ, ഇവിടെ ഒരു ടാഗ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത്തരത്തിൽ ഇതിനെയാണ് ആംഗിൾ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. ആംഗിൾ ബ്രാക്കറ്റുകൾക്കിടയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും കൊടുക്കുന്നത്. ഇതിനെയാണ് ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതൊരു ടാഗാണ്, അതേപോലെ ഈ HTML എന്ന് പറയുന്നത് ഒരു ടാഗാണ്, ഹെഡ് എന്ന് പറയുന്നത് ടാഗാണ്, ഇതൊക്കെ ടാഗുകളാണ്. ഓക്കെ, ആദ്യം തന്നെ ഇവിടെ ഒരു ഡോക് ടൈപ്പ് HTML എന്ന ഒരു ടാഗ് കൊടുത്തത് കാണാം. സത്യത്തിൽ ഈ ഒരു ടാഗ് കൊടുക്കുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ HTMLന്റെ 5ാമത്തെ പതിപ്പ് അഥവാ HTML വേർഷൻ 5 ആണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അത് ബ്രൗസറിനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഡോക് ടൈപ്പ് HTML എന്ന ഈ ഒരു ടാഗ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കൊടുക്കണമെന്ന് നിർബന്ധമല്ല, ബ്രൗസർ ഓട്ടോമാറ്റിക്കായിട്ട് അത് മനസ്സിലാക്കിക്കോളും, എന്നാലും ഇതിവിടെ കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാഗുകളിൽ ഒന്നാണ് HTML. ശ്രദ്ധിച്ചു നോക്കുക, ഇവിടെ ആദ്യം തന്നെ HTML എന്ന് പറഞ്ഞ ഒരു ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പേജിൻ്റെ ഏറ്റവും താഴെ നോക്കിയേ, ഇവിടെ കണ്ടോ HTML എന്ന ഒരു ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ ഒരു സ്ലാഷ് ഇട്ടിട്ടുണ്ട് അല്ലേ. ഇത്തരത്തിൽ സ്ലാഷ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ അർത്ഥം ആ ഒരു ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തു എന്നാണ്. ഓക്കെ, ഏറ്റവും ആദ്യം HTML ഓപ്പൺ ചെയ്തു, അവസാനം HTML ക്ലോസ് ചെയ്തു.
ഇത്തരത്തിൽ ഇതിന് നമ്മൾ റൂട്ട് എന്നാണ് പറയാ. അതായത് ഇത്തരത്തിൽ ആദ്യം ഒരു HTML ടാഗ് ഓപ്പൺ ചെയ്തിട്ട് അവസാനം HTML ടാഗ് ക്ലോസ് ചെയ്യും. അതിനകത്തായിട്ടായിരിക്കും നമ്മൾ ബാക്കിയുള്ള ടാഗുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഹെഡ് എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് ഉണ്ട്. ആ ഹെഡ് എന്ന് പറഞ്ഞ ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പല ടാഗുകൾക്കും ഇത്തരത്തിലൊരു ഓപ്പണിങ്ങും ഇതേപോലെ ഒരു ക്ലോസിങ്ങും ഉണ്ടാവും. ഓക്കെ, എല്ലാ ടാഗുകൾക്കും ക്ലോസിങ് ഉണ്ടാവണമെന്നില്ല, എന്നാലും പല ടാഗുകളും ഇത്തരത്തിൽ നമ്മൾ ക്ലോസ് ചെയ്യും. ഹെഡ് ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തു അല്ലേ? അതിനിടയിലായിട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു ടാഗ് കൊടുത്തത് കണ്ടോ? ഈ ടൈറ്റിൽ എന്ന് പറഞ്ഞ ടാഗ് ഇവിടെ ക്ലോസും ചെയ്തിട്ടുണ്ട് അല്ലേ? ടൈറ്റിൽ ഇവിടെ ഓപ്പൺ ചെയ്തു, ടൈറ്റിൽ ഇവിടെ ക്ലോസ് ചെയ്തു. അതിനിടയിലായിട്ട് സ്കൂൾ കലോത്സവം എന്ന് എഴുതിയത് കാണാം. സത്യത്തിൽ എന്തിനായിരിക്കും ഇവിടെ സ്കൂൾ കലോത്സവം എന്ന് എഴുതിയത്? നമുക്കിതാ നമ്മുടെ വെബ് പേജിലേക്ക് തിരിച്ചു വരാം. ഈ വെബ് പേജിനകത്ത് ഇതാ ഇവിടെ കണ്ടോ സ്കൂൾ കലോത്സവം എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് വന്നത് കാണാം അല്ലേ? ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ടൈറ്റിലായിട്ട് ഇവിടെ നമുക്ക് വരാൻ വേണ്ടിയാണ് സത്യത്തിൽ സ്കൂൾ കലോത്സവം എന്ന് ഇങ്ങനെ കൊടുത്തത്. ഇനി ഇത് ഇവിടെ ശ്രദ്ധിച്ച്, ബോഡി എന്ന് പറഞ്ഞൊരു ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അല്ലേ? ബോഡി എന്ന് പറഞ്ഞൊരു ടാഗ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ബോഡി എന്ന ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡി ടാഗ് ഉപയോഗിക്കുന്നത് നമ്മൾ യൂസർക്ക് കാണേണ്ട കാര്യങ്ങൾ, അതായത് ഈ ഒരു ഭാഗം മുഴുവൻ നമുക്ക് ആ ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ് കൊടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു ബോഡി ടാഗ് ഓപ്പൺ ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി ഈ BG കളറും കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. അതിനുശേഷം ഇവിടെ പ്രധാനമായിട്ടൊരു ടാഗ് ഉണ്ട്, H1 എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. ഈ H1 എന്ന ടാഗ് ഇവിടെ കണ്ടോ ക്ലോസ് ചെയ്തിട്ട്? H1 ഇവിടെ ഓപ്പൺ ചെയ്തു, H1 ഇവിടെ ക്ലോസ് ചെയ്തു. അതിൻ്റെ ഇടയിലായിട്ട് സ്കൂൾ കലോത്സവം 2016 എന്ന് എഴുതിയിട്ട് കാണാലോ. അതെന്തിനായിരിക്കും കൊടുത്തത്? നമുക്ക് വെബ് പേജിൽ നോക്കാം. ഇത് കണ്ടോ, സ്കൂൾ കലോത്സവം 2016 എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ ഇത്തരത്തിൽ ഇത് വരാൻ വേണ്ടിയിട്ടാണ്, വലിയൊരു ഹെഡിങ് വരാൻ വേണ്ടിയാണ് ഇവിടെ H1 എന്ന ഒരു ടാഗ് കൊടുത്തത്. ഹെഡിങ്ങുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് HTML ഉള്ള ടാഗുകളാണ് H1, H2, H3, H4, H5, H6 ഈ 6 എണ്ണം. H1 എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളൊരു ഹെഡിങ്ങിനെ സൂചിപ്പിക്കുന്നതെങ്കിൽ ആ ഒരു ഹെഡിങ് നല്ല വലിപ്പമുള്ള ലാർജർ ആയിട്ടുള്ള ഒരു ഹെഡിങ് ആയിരിക്കും. H2 എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കുറച്ച് ചെറുതായിരിക്കും. H3 എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കുറച്ച് ചെറുത്. H4 എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കുറച്ച് ചെറുത്. അങ്ങനെ വലിപ്പം കുറഞ്ഞ് H6 എന്ന് പറയുന്നത് ചെറിയൊരു ഹെഡിങ് ആയിരിക്കും. സെൻറ്റർ എന്ന ഒരു ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, സെൻറ്റർ എന്ന ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതെന്തിനായിരിക്കും? അതിനിടയിൽ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ സെൻറ്ററിൽ വരും എന്നുള്ളതാണ്. അതായത് ഈ സ്കൂൾ കലോത്സവം എന്നുള്ളത് നടുവിൽ സെൻറ്ററിലല്ലേ വന്നിട്ടുള്ളത്, അത്തരത്തിൽ വരാൻ വേണ്ടിയാണ് സെൻറ്റർ ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്തരത്തിൽ വേറെയും ഒരുപാട് ടാഗുകൾ ഇവിടെ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വെബ് പേജ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു പ്രധാനപ്പെട്ട ടാഗ് കൂടി കാണിച്ചു തരാം. ഇവിടെ കണ്ടോ P എന്ന് പറയുന്ന ഒരു ടാഗ്. ആ P എന്ന് പറഞ്ഞ ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ കണ്ടോ സ്കൂൾ കലോത്സവം ഈസ് ആൻ ആനുവൽ ഇവന്റ് കണ്ടക്റ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കാര്യം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ P ടാഗ് ഉപയോഗിക്കുന്നത് പാരഗ്രാഫുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. P ടാഗ് ഒരു സ്ഥലത്ത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് അതിനകത്ത് എന്ത് നമ്മൾ കൊടുക്കുന്നോ അതൊക്കെ പാരഗ്രാഫ് ആയിട്ടായിരിക്കും വരുന്നത്. ഇത് കണ്ടോ ഈ ഒരു പാരഗ്രാഫ്, ഈ പാരഗ്രാഫ് വരാൻ വേണ്ടിയാണ് P ടാഗ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. ഇവിടെ നമുക്ക് ബോഡി എന്നൊരു ടാഗ് ഉണ്ട് അല്ലേ? ഈ ബോഡി ടാഗിൻ്റെ കൂടെ നിങ്ങൾക്ക് BG കളർ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി കാണാം. ഇതിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു ടാഗിന് കൂടുതൽ ഇൻഫർമേഷൻസ് അഥവാ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അതായത് സാധാരണ നമ്മൾ വെറും ബോഡി എന്ന ടാഗ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വെബ് പേജ് തയ്യാറാക്കുന്നതെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്രത്യേകിച്ച് കളറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവണമെന്നില്ല. ഓക്കെ, പ്രത്യേകിച്ച് വേറെ തന്നെ ഒരു കളർ ഉണ്ടാവില്ല. ഒരു സാധാരണ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും നമുക്ക് കളർ കിട്ടുന്നത്. എന്നാൽ ആ ഒരു ബോഡിക്ക് നമുക്കൊരു കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ബോഡി എന്ന ടാഗിന് ഇതുപോലെ ഒരു BG കളർ എന്ന ആട്രിബ്യൂട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഒരു ഈക്വൽ ടു ഇട്ടിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു കോഡ് കണ്ടോ? ഇതിനെയാണ് നമ്മൾ ഹെക്സാഡെസിമൽ കളർ കോഡ് എന്ന് പറയുന്നത്. അതായത് ഓരോ കളറിനും ഓരോ ഹെക്സാഡെസിമൽ കളർ കോഡ് ഉണ്ട്. ഈ ഒരു ഹെക്സാഡെസിമൽ കളർ കോഡ് സൂചിപ്പിക്കുന്നത് ഒരു കളറിനെയാണ്. ഓക്കെ, ഇവിടെ കാണുന്ന ഈ ഒരു കളർ ഉണ്ടല്ലോ, ഈ കളറിനെ ഈ ബോഡിയിൽ കാണുന്ന ഈ ഒരു കളറിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു ഹെക്സാഡെസിമൽ കളർ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഫോണ്ട് എന്ന് പറഞ്ഞൊരു ടാഗ് കണ്ടോ അല്ലേ? ഈ ഫോണ്ട് എന്ന് പറഞ്ഞ ടാഗിന്
ഫേസ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ആ ഒരു ഫോണ്ടിൻ്റെ ഫേസ് ഏതാണ്? വെർദാന എന്നതാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഫേസ് എന്ന ആട്രിബ്യൂട്ട് കൊടുത്തത്. അതേപോലെ നമ്മുടെ ഈ ഒരു ഫോണ്ടിന് ഒരു കളർ വേണം. ഓക്കെ, അതായത് വെറും ഫോണ്ട് എന്ന ആ ഒരു ടാഗിന് കൂടുതൽ ഇൻഫർമേഷൻ ആയിട്ട് നമ്മൾ ഫേസ് എന്ന് പറഞ്ഞിട്ട് ആ ഫോണ്ടിൻ്റെ ഏത് ഫേസ് ആണെന്ന് പറഞ്ഞു കൊടുത്തു. അതേപോലെ നമുക്ക് ആ ഫോണ്ട് എന്ന ടാഗിന് ഒരു കളർ വേണം. നമ്മുടെ ഹെഡിങ്ങിനുള്ള ഈ ഒരു കളർ ഉണ്ടല്ലോ, ഈ കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഹെക്സാഡെസിമൽ കളർ കോഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കളർ എന്നൊരു ആട്രിബ്യൂട്ട് കൊടുത്തു, അതിനുശേഷം ഇത്തരത്തിലൊരു ഹെക്സാഡെസിമൽ കളർ കോഡ് കൊടുത്തു. അതേപോലെ ഇതാ നമ്മുടെ നേരത്തെ പാരഗ്രാഫ് ഉണ്ട് അല്ലേ, പാരഗ്രാഫിനും ഫോണ്ട് എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. ആ ടാഗിന് ഒരു ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്, ഫേസ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ വാല്യൂ, അത് ഏത് ഫേസ് ആയിരിക്കണം, ആ ഫോണ്ടിൻ്റെ ഫേസ് ഏതായിരിക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുത്തു. അതേപോലെ ആ ഫോണ്ടിന് കളർ വേണം, ആ ഒരു നമ്മുടെ ഈ ഒരു പാരഗ്രാഫിന് ഒരു കളർ വേണ്ടേ, അപ്പോൾ ആ കളർ ഏതാണ് എന്നുള്ളത് ഹെക്സാഡെസിമൽ കളർ കോഡായിട്ടും കൊടുത്തു. അതേപോലെ ആ ഫോണ്ടിൻ്റെ സൈസ്, ഓക്കെ, അതും ഒരു ആട്രിബ്യൂട്ടായിട്ട്, ഈ ഫോണ്ട് എന്ന ടാഗിൻ്റെ ആട്രിബ്യൂട്ടായിട്ട് നമ്മൾ സൈസും കൊടുത്തു, സൈസ് എത്ര വേണം എന്നുള്ളതും കൊടുത്തു. ഓക്കെ, ഇത്തരത്തിൽ ഒരുപാട് ടാഗുകളും ആട്രിബ്യൂട്ടുകളും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വെബ് പേജ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ടേബിൾ 3.1 ഉണ്ടല്ലോ, അവിടെ നിങ്ങളുടെ ആ ഒരു വെബ് പേജിൽ ഉപയോഗിച്ചിട്ടുള്ള ടാഗുകളും ആട്രിബ്യൂട്ടുകളും അതിൻ്റെ യൂസസ്, അതിൻ്റെ ഉപയോഗം എന്താണെന്നും അതേപോലെ ആ ടാഗും ആട്രിബ്യൂട്ടുകളും ഒക്കെ തന്നെ എത്ര തവണ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും അവിടെ എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ടേബിൾ നിങ്ങൾ ഫില്ല് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ടാഗിൻ്റെയും ആട്രിബ്യൂട്ടിൻ്റെയും യൂസ് എന്താണ് എന്നുള്ളത് ഇതാ ഇവിടെ തരാം. അതിന് തൊട്ടടുത്തൊരു കോളം ഉണ്ട് അല്ലേ, അത് എത്ര തവണ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് ജസ്റ്റ് നിങ്ങൾ ആ ഒരു വെബ് പേജിൻ്റെ ആ ഒരു സോഴ്സ് കോഡ്, ആ ഒരു സോഴ്സ് പേജ് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണിയിട്ട്, ജസ്റ്റ് ഓരോ ടാഗും ഓരോ ആട്രിബ്യൂട്ടും എത്ര തവണ അതിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് എണ്ണിയിട്ട് അവിടെ ഒന്ന് എഴുതി വെക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് ആ ടാഗുകളുടെ ഉപയോഗം എന്താണെന്നും അവ എത്ര തവണ ഈ ഒരു വെബ് പേജിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്തരത്തിലുള്ള ഒരു വെബ് പേജ് ഒക്കെ നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ആ വെബ് പേജിനകത്ത് ഉള്ളടക്കം ഉണ്ടല്ലോ, മീൻസ് അതിനകത്ത് കണ്ടന്റ് ഇല്ലേ, ആ കണ്ടന്റ് നല്ല ആകർഷകമായിട്ട് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടാഗുകളും ആ ടാഗുകളുടെ സവിശേഷതകളുണ്ടാവും, ആ ടാഗുകളുടെ ഈ ആട്രിബ്യൂട്ടുകളൊക്കെ തന്നെ ചേർന്നിട്ടുള്ള ആ ടാഗുകളും അതിൻ്റെ ആട്രിബ്യൂട്ടുകളും അതേപോലെ തന്നെ ആ ഒരു പേജിൻ്റെ ലേഔട്ടും ഇതിനൊക്കെ ചേർത്തിട്ട് നമുക്ക് ആ പേജിൻ്റെ സ്റ്റൈല് എന്ന് പറയാം. അതായത് അതിൽ മാർജിൻ വരും, ഫോണ്ട് വരും, അതിൻ്റെ കളറ് വരും, അവയൊക്കെ ചേർത്തിട്ട് നമുക്ക് ആ ഒരു വെബ് പേജിൻ്റെ സ്റ്റൈല് എന്ന് നമുക്ക് പറയാൻ പറ്റും. വെബ് ഡിസൈനിങ്ങിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കുറേ പേജുകൾ തയ്യാറാക്കുമ്പോൾ അതിനകത്ത് ഈ ടാഗുകളും ആ ടാഗുകളുടെ സവിശേഷതകൾ, അതായത് ഈ ആട്രിബ്യൂട്ടുകളും ഒക്കെ തന്നെ നിങ്ങൾ ഒരുപാട് തവണ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ കുറേ തവണ ഉപയോഗിക്കുന്ന ആ ഒരു കോഡ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, വീണ്ടും വീണ്ടും നമ്മൾ ഈ കോഡ് ആവർത്തിച്ച് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇത്തരത്തിലുള്ള ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് CSS എന്ന് പറയുന്നത്, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. കാസ്കേഡിംഗ് സ്റ്റൈൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ വെബ് പേജിനെ മനോഹരമാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇനി ഈ ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ഇത് കണ്ടോ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ഒരു ചിത്രമാണ്, ഒരു സ്ക്രീൻഷോട്ടാണ്. ഇതേപോലെ നമ്മളോട് HTML കോഡ് ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള HTML കോഡുകളൊക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്റ്റ് എഡിറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടെക്സ്റ്റ് എഡിറ്റർ ആദ്യം നമുക്ക് ഓപ്പൺ ചെയ്യണം. അതിനായിട്ട് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻസിലേക്ക് പോവുക. ആപ്ലിക്കേഷൻസിൽ ആക്സസറീസിലേക്ക് വരിക. ആപ്ലിക്കേഷൻസ് ആക്സസറീസിലേക്ക് വന്നിട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിതാ ഇവിടെയായിട്ട് ടെക്സ്റ്റ് എഡിറ്റർ എന്ന് കാണാം. ആപ്ലിക്കേഷൻസ് ആക്സസറീസ് ടെക്സ്റ്റ് എഡിറ്റർ. ഓക്കെ, ക്രമം മാറിപ്പോവരുത്. ഈ ഒരു ക്രമത്തിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ഇതേപോലെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് എഡിറ്റർ കാണുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നൽകിയിട്ടുള്ള ഈ ഒരു കോഡ് ഇതേപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇത് ഇതേപോലെ ഒരു ടാഗും തെറ്റിപ്പോവാതെ ഇതേപോലെ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഞാനിതാ അതേപോലെ തെറ്റുകളൊന്നും കൂടാതെ ഇത് മുഴുവൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഇതിനെ സേവ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ശ്രദ്ധിക്കണം. നമുക്ക് ഇത്തരത്തിൽ നമ്മളെ ആവശ്യമുള്ള HTML ടാഗുകളും കാര്യങ്ങളും മുഴുവൻ ഇതേപോലെ ടൈപ്പ് ചെയ്ത ശേഷം ഫയലിൽ സേവ് കൊടുക്കുക. ഫയലിൽ സേവ് കൊടുക്കുക. അപ്പോൾ നമ്മളോട് എവിടെയാണ് ഇത് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഡെസ്ക്ടോപ്പിൽ IT എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഞാൻ ഡെസ്ക്ടോപ്പിൽ IT എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെയാണ് എനിക്ക് സേവ് ചെയ്യേണ്ടത്. സേവ് ചെയ്യുമ്പം അതിൻ്റെ നെയിം കൊടുക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റ് നിങ്ങൾക്കതിന് ഒരു പേര് കൊടുക്കാം. ഞാനിവിടെ കലോത്സവം എന്ന് പറഞ്ഞ് കൊടുക്കുന്നു.
കലോത്സവം എന്ന് കൊടുത്തു. ഓക്കെ, അതിനുശേഷം .html എന്നൊരു എക്സ്റ്റൻഷൻ കൊടുക്കണം. മറന്നു പോവരുത്, ഇത് ഒരു കാരണവശാലും വിട്ടുപോകരുത്. കലോത്സവം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ഫയലിൻ്റെ പേരാണ്. അത് കഴിഞ്ഞിട്ട് .html എന്ന എക്സ്റ്റൻഷൻ നിർബന്ധമായിട്ടും കൊടുക്കണം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, സേവ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇത് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഇതാ ഇവിടെ നിങ്ങളുടെ ഈ ടാഗുകൾക്കൊക്കെ ചെറിയൊരു കളർ വ്യത്യാസം വന്നത് കാണാം. ഇപ്പോൾ കുറച്ചുകൂടി വൃത്തിയിൽ നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ട് അല്ലേ, വേറെ വേറെ കളറാവുമ്പോൾ. ഇപ്പം നമുക്ക് നമ്മുടെ ആ ഒരു ടാഗുകളും കാര്യങ്ങളും മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ അല്ലേ, നമ്മൾ തയ്യാറാക്കിയ ആ ഒരു ചെറിയ വെബ് പേജ് കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഇതാ IT എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഇവിടെയുണ്ട്, ഇവിടെയാണല്ലോ നമ്മൾ സേവ് ചെയ്തത്. അത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ചെറുതാക്കി കാണിച്ചു തരാം. ഇതാ ഇവിടെ നമ്മുടെ ഫയൽ ഉണ്ട്. ഇതേപോലെ നിങ്ങൾ സേവ് ചെയ്ത ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കലോത്സവം .html എന്ന ഫയൽ കാണാം. ഓക്കെ, ഇതിനെ നമുക്ക് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യണം, എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു വെബ് പേജ് നമുക്ക് കാണാൻ പറ്റൂ. ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാൻ ഒന്നിക്കൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ഫയർഫോക്സ് വെബ് ബ്രൗസർ എന്നത് ക്ലിക്ക് ചെയ്യാം. ഫയർഫോക്സ് തന്നെ ഓപ്പൺ ചെയ്യണമെന്നില്ല, ഫയർഫോക്സ് എടുക്കാം, ക്രോം എടുക്കാം, ക്രോമിയം എടുക്കാം, ഇതൊക്കെ തന്നെ വെബ് ബ്രൗസേഴ്സ് ആണ്. ഏതെങ്കിലും ഒരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ വിത്ത് ഫയർഫോക്സ് എന്നത് ഞാൻ ക്ലിക്ക് ചെയ്യും. കണ്ടോ, ഇതാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന വെബ് പേജ്. അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു കോഡ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് P എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട് അല്ലേ, ഇവിടെ P ഓപ്പൺ ചെയ്തു, ഇവിടെ P ക്ലോസ് ചെയ്തു. അതേപോലെ വേറെ ഒരു P ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. അതിനിടയിലായിട്ട് മോഹിനിയാട്ടം, ഭരതനാട്യം, താഴെ ഒപ്പന, തിരുവാതിര, ഇത്തരത്തിൽ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതൊരു പാരഗ്രാഫാണ്, ഇതും ഒരു പാരഗ്രാഫാണ്. കണ്ടില്ലേ, ഇതും നമ്മളൊരു പാരഗ്രാഫായിട്ട് കൊടുത്തു, ഇതും നമ്മുടെ ഒരു പാരഗ്രാഫായിട്ടാണ് നമ്മൾ കൊടുത്തത്. ഈ പാരഗ്രാഫിന് എന്തൊക്കെ സവിശേഷതകളാണ് വരേണ്ടത് എന്നുള്ളത് നമ്മളിതാ ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ടാഗ് ഓപ്പൺ ചെയ്തു, സ്റ്റൈൽ എന്ന് പറഞ്ഞ ടാഗ് ക്ലോസ് ചെയ്തു. അതിനകത്തായിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ പാരഗ്രാഫ് ടാഗിന് എന്തൊക്കെയാണ് സവിശേഷതകൾ വരേണ്ടത്, എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് വേണ്ടത് എന്നുള്ളത് നമ്മളിവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാരഗ്രാഫിന് വരേണ്ട ഫോണ്ട് ഫാമിലി ഏതാണ് എന്നുള്ളത് ഫോണ്ട് ഫാമിലി എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ടൊരു കോളൻ ഇട്ടിട്ട് ആ ഫോണ്ട് ഫാമിലിയുടെ ആ ഒരു ഫോണ്ട് ഫാമിലി ഏതാണോ വേണ്ടത് അത് കൊടുത്തു. അതേപോലെ നമുക്ക് അതിന് ഏത് കളർ വേണം എന്നുള്ളത് കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുത്തു. എന്നിട്ട് ഇതാ ഇവിടെ വാല്യൂ കൊടുത്തു അല്ലേ, ആ കളർ ഏതാണോ ആ കളറിന് വാല്യൂ നമ്മൾ കൊടുത്തു. ഫോണ്ട് സൈസ് എത്ര വേണം, 20 പിക്സലാണ്, അതും നമ്മൾ കൊടുത്തു. ഇത്തരത്തിൽ പാരഗ്രാഫിന് വേണ്ട, പാരഗ്രാഫ് ടാഗിന് വേണ്ട മുഴുവൻ സവിശേഷതകളും നമ്മൾ ഇതേപോലെ കൊടുത്തു. എന്നിട്ട് ഇത് നമ്മൾ സേവ് ചെയ്തിട്ട് ബ്രൗസറിൽ ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടില്ലേ, ആ ഒരു പാരഗ്രാഫിന് ഈ ഒരു കളർ തന്നെ, ഇവിടെ കൊടുത്ത സെയിം കളർ തന്നെ, ഈ ഒരു കളർ കോഡ് സൂചിപ്പിക്കുന്ന ഈ ഒരു നീല ഈ ഒരു കളറിന് വേണ്ടിയുള്ളതാണ്, അതിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പാരഗ്രാഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്താൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ 3.2 പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് നിലവിലുള്ള ഫോണ്ട് ഫാമിലിയും കളറും ഫോണ്ട് സൈസും ചെറിയ മാറ്റങ്ങൾ വരുത്താം. ഇവിടെ നമ്മളോട് എന്ത് മാറ്റമാണ് വരുത്താൻ പറഞ്ഞത്, ടേബിൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഫോണ്ട് ഫാമിലി എന്നത് വർധാന എന്ന് പറഞ്ഞൊരു ഫോണ്ട് കൊടുക്കണം. അപ്പോൾ ഇതിവിടെ നിന്ന് മാറ്റിയിട്ട് വർധാന എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് എന്താ ഉള്ളത്, കളറാണ്. മറ്റൊരു കളർ കോഡ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ, വേറൊരു ഹെക്സാഡെസിമൽ കളർ കോഡ് തന്നിട്ടുണ്ട്, അത് നമുക്കിവിടെ മാറ്റി കൊടുക്കാം. ആ ഒരു കളർ കോഡ് കൊടുത്തു. അതേപോലെ ഫോണ്ട് സൈസ് 24 ആക്കാൻ പറ്റുന്നുണ്ട്, ഫോണ്ട് സൈസ് 24px എന്ന് പറഞ്ഞു കൊടുത്തു. ആ ടേബിളിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ മാറ്റങ്ങളും നമ്മൾ വരുത്തി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് സേവ് ചെയ്യാം. ഓൾറെഡി നമ്മളിത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണം മാറിപ്പോവരുത്. ഓൾറെഡി നമ്മളിത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ അത് നമുക്കൊന്നും കൂടി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ സേവ് കൊടുത്താൽ മതി, ഫയലിൽ സേവ്. ഓക്കെ, അപ്പോൾ അത് ഓൾറെഡി അതിന് മുകളിൽ തന്നെ അവിടെ തന്നെ സേവ് ആയിട്ടുണ്ടാവും. അതേ ഫയൽ തന്നെയാണ് നമ്മളിവിടെ ബ്രൗസറിൽ ഓപ്പൺ ചെയ്തത് അല്ലേ. അതുകൊണ്ട് ഇനിയും നമുക്ക് ആ നമ്മുടെ ഫോൾഡറിൽ പോയി ഓപ്പൺ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോൾഡറിൽ പോയി ഓപ്പൺ ചെയ്യാം. ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് നിങ്ങളിവിടെ ഈ ഫയൽ സേവ് ചെയ്തല്ലോ, സേവ് ചെയ്തത് കൊണ്ട് ഇതിവിടെ റീലോഡ് ചെയ്താൽ മതി. ഇവിടെ കണ്ടോ, ഇതിനെ റീലോഡ് എന്നാണ് പറയുക. ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ കണ്ടോ, ഇവിടെ വന്ന മാറ്റങ്ങൾ കണ്ടോ, നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തി അത് സേവ് ചെയ്തു. എന്നിട്ട് ബ്രൗസറിൽ ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് അവിടെ കുറച്ച് മാറ്റങ്ങൾ വന്നല്ലേ. ജസ്റ്റ് ഈ 3 എണ്ണം മാത്രം നമ്മൾ മാറ്റി കൊടുത്തപ്പോൾ ഇവിടെ എവിടെയൊക്കെ പാരഗ്രാഫ് ഉണ്ടോ ആ പാരഗ്രാഫിനൊക്കെ നമ്മൾ കൊടുത്ത ആ ഒരു കളറും ആ കൊടുത്ത ഫോണ്ട് സൈസും ആ കൊടുത്ത ഫോണ്ട് ഫാമിലിയും വന്നിട്ടുണ്ട്.
ഇത്തരത്തിൽ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള സ്റ്റൈലുകൾ കൊടുക്കുന്നതിനെയാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിൽ ഇതേപോലെ കൊടുക്കുന്നതിനെയാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റി 3.3 നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇവിടെ ഹെഡിങ് നമ്മളിപ്പോൾ പാരഗ്രാഫിന് മാത്രമേ മാറ്റം വരുത്തിയിട്ടുള്ളൂ അല്ലേ, പാരഗ്രാഫിനെ മാത്രമാണ് കുറച്ച് അടിപൊളിയാക്കി മാറ്റിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഹെഡിങ് ഉണ്ടല്ലോ 2 എണ്ണം, ഈ 2 ഹെഡിങ്ങിനെ കൂടി നമുക്ക് കുറച്ചും കൂടി അടിപൊളിയാക്കി മാറ്റാം. അതിന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഇത് എവിടെ കൊടുക്കണം, ശ്രദ്ധിക്കണം, നമ്മൾ കാസ്കേഡിംഗ് സ്റ്റൈലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത് അതേപോലെ നമ്മുടെ ഈ ഒരു സ്റ്റൈൽ ടാഗ് ഉണ്ടല്ലോ, ഹെഡ് ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്തു, ഹെഡ് ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തു, അതിനകത്തായിട്ടാണ് നമ്മൾ സ്റ്റൈൽ ടാഗ് കൊടുത്തിരിക്കുന്നത്, അത് മാറിപ്പോകരുത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റൈൽ ടാഗിന്റെ ഉള്ളിൽ തന്നെ വരുന്ന വിധത്തിൽ ഇവിടെ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, H3 എന്ന് കൊടുക്കാം. ഇനി കേളി ബ്രേസ് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ അതേപോലെ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് സേവ് ചെയ്യാം. ജസ്റ്റ് ഫയലിൽ സേവ് കൊടുത്താൽ മതി, ഫയലിൽ സേവ് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കിതാ ഈ പേജ് തന്നെയാണല്ലോ, അതുകൊണ്ട് അപ്പം പോയി ഓപ്പൺ ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഇവിടെ റീലോഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം പോയി ഓപ്പൺ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ റീലോഡ് കറന്റ് പേജ് എന്ന ഇത് കൊടുക്കുക. അപ്പോൾ കണ്ടോ, നമ്മുടെ 2 ഹെഡിങ്ങിനും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് വന്നത്, ഈ കാസ്കേഡിംഗ് സ്റ്റൈൽ നമ്മൾ കൊടുത്തത് കൊണ്ടാണ് അല്ലേ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാം. കാസ്കേഡിംഗ് സ്റ്റൈല് നമ്മൾ കൊടുത്തത് എന്താ, ആദ്യം നമുക്ക് നമ്മുടെ ടാഗിൻ്റെ പേരാണ് നമ്മൾ കൊടുത്തത് അല്ലേ, പാരഗ്രാഫ് ടാഗ്, ഈ പാരഗ്രാഫും അതേപോലെ ഈ പാരഗ്രാഫും. അപ്പോൾ നമ്മുടെ ആ ഒരു പാരഗ്രാഫിൻ്റെ ടാഗിൻ്റെ പേര് നമ്മൾ കൊടുത്തു. ഇതിനെയാണ് നമ്മൾ സെലക്ടർ എന്ന് വിളിക്കുന്നത്. അതിനുശേഷം ഇത് CSS ഓപ്പൺ ബ്രാക്കറ്റ് ആണ്. ഓക്കെ, അതായത് ഓപ്പൺ CSS ബ്രാക്കറ്റ് എന്ന് പറയും. ഈ ഒരു കേളി ബ്രേസ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്യാന്നു എന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം ഇവിടെ CSS ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്തു. ഇത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിനിടയിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സവിശേഷതകൾ, അതായത് P എന്ന ടാഗിന് എന്തൊക്കെ സവിശേഷതകൾ വേണം എന്നുള്ളത് ഈ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ കൊടുക്കുന്നതിനെ നമ്മൾ പ്രോപ്പർട്ടി എന്ന് വിളിക്കും. എന്നിട്ടൊരു കോളൻ ഇട്ടിട്ടുണ്ട് അല്ലേ, ഇതിനെ കോളൻ എന്ന് പറയും. മലയാളത്തിൽ ഇതിനെ ഭിത്തിക ചിഹ്നം എന്ന് പറയും. അതിനുശേഷം നമ്മൾ കൊടുക്കുന്നതിനെയാണ് വാല്യൂ എന്ന് പറയുന്നത്. പ്രോപ്പർട്ടി, ഒരു കോളൻ കൊടുത്തു, എന്നിട്ട് വാല്യൂ കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മുടെ ആ ഒരു ലൈന് കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കാൻ അതിൻ്റെ അവസാനത്തിൽ ഒരു സെമി കോളൻ കൊടുത്തിട്ടുണ്ട്. ഇതിനെ അർദ്ധവിരാമം എന്ന് പറയും. ഓക്കെ, ഓരോ സവിശേഷതകൾ നമ്മൾ ഉൾപ്പെടുത്തിയ ശേഷവും അതിൻ്റെ അവസാനത്തിൽ നമ്മളൊരു സെമി കോളൻ ഇട്ട് കൊടുക്കണം, അഥവാ അർദ്ധവിരാമം ഇട്ട് കൊടുക്കണം. അതേപോലെയല്ലേ നമ്മൾ ഇവിടെയും കൊടുത്തിരിക്കുന്നത്, H3 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു അല്ലെ, H3 എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ആവശ്യമായുള്ള പ്രോപ്പർട്ടി കൊടുത്തു, അതിൻ്റെ വാല്യൂ കൊടുത്തു. അടുത്ത പ്രോപ്പർട്ടി വാല്യൂ, അടുത്ത പ്രോപ്പർട്ടി വാല്യൂ. അത്തരത്തിലാണ് നമ്മൾ CSS കൊടുക്കുന്നത്. ആ CSSന്റെ സിൻടാക്സ് എന്നാണ് ഇതിന് പറയാ. ആ കാര്യം മനസ്സിലായല്ലോ. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, നമ്മൾ എന്താ ചെയ്തത്, നമ്മുടെ H3 എന്ന് പറഞ്ഞിട്ട് ഇവിടെ സെലക്ടർ കൊടുത്തല്ലേ. ഇത്തരത്തിൽ നമുക്ക് 2 ഹെഡിങ് ഉണ്ട്. 2 ഹെഡിങ് സൂചിപ്പിക്കുന്നത് H3 എന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ടാഗിൻ്റെ പേര് അതേപോലെ തന്നെ നമ്മളിവിടെ കൊടുത്തു. അതിനുശേഷം അതിന് വേണ്ട സവിശേഷതകൾ ഇത്തരത്തിൽ കൊടുക്കുമ്പോൾ ഇതിനെയാണ് നമ്മൾ ടൈപ്പ് സെലക്ടർ എന്ന് പറയുന്നത്. നമ്മുടെ H3 എന്ന് പറയുന്ന ടാഗ് ഒന്നിലധികം തവണ ഇവിടെ വെബ് പേജിൽ വരുന്നുണ്ട് അല്ലെ, ഒന്നിലധികം തവണ വരുന്നുണ്ട്. ആ H3 ടാഗിനൊക്കെ തന്നെ നമുക്ക് ഒരേ സ്റ്റൈലാണ് വേണ്ടത്, അതായത് അതിനൊക്കെ ഒരേ കളറും ഒരേ ഫോണ്ട് ഫാമിലിയും ഒരേ സൈസുമാണ് വേണ്ടതെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ ടാഗിൻ്റെ പേര് തന്നെ ഇവിടെ സെലക്ടർ ആയിട്ട് കൊടുക്കുക. ആ ടാഗിൻ്റെ പേര് തന്നെ കൊടുക്കുക, അതിന് വേണ്ട സവിശേഷതകൾ ഇത്തരത്തിൽ വിവരിച്ചു കൊടുക്കുക. ഇത്തരത്തിൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ടൈപ്പ് സെലക്ടർ എന്ന് പറയുന്നത്. അതിനെ എലമെന്റ് സെലക്ടർ എന്നുകൂടി വിളിക്കും. ടൈപ്പ് സെലക്ടർ, എലമെന്റ് സെലക്ടർ രണ്ടും ഒന്നാണ്. ഓക്കെ, അപ്പോൾ ടൈപ്പ് സെലക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഒരു വെബ് പേജിനകത്ത് ഒരേ ടാഗ് തന്നെ പല തവണ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ടാഗിനൊക്കെ തന്നെ ഒരേ സവിശേഷതകൾ തന്നെയാണ് വേണ്ടത്. അതായത് H3 എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിച്ചിട്ടാണ് ഈ ഹെഡിങ് തയ്യാറാക്കിയത്, H3 എന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ് ഈ ഹെഡിങ് തയ്യാറാക്കിയത്. അപ്പോൾ നമ്മൾ H3 എന്ന ടാഗ് എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അതിനൊക്കെ സെയിം സവിശേഷത തന്നെയാണ് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ടാഗിൻ്റെ പേര് തന്നെ ഇവിടെ കൊടുത്തിട്ട് അതിന് വേണ്ട സവിശേഷതകൾ കൊടുക്കുകയാണെങ്കിൽ ആ ടാഗ് എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെ ഈ സവിശേഷതകൾ തന്നെ വരും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ടാഗിൻ്റെ പേര് തന്നെ കൊടുക്കുകയാണെങ്കിൽ അതിനെ ടൈപ്പ് സെലക്ടർ എന്ന് പറയും.
ഇവിടെ നമുക്ക് ഇവിടെ ഒരു പാരഗ്രാഫ് ഉണ്ട്, ഇവിടെ ഒരു പാരഗ്രാഫ് ഉണ്ട്. രണ്ടിനും രണ്ട് കളറാണ് നമുക്ക് വേണ്ടത് എന്ന് വിചാരിക്കുക. പക്ഷെ ഇവിടെ നോക്കി, രണ്ട് സൂചിപ്പിക്കുന്നത് പി എന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് ആദ്യത്തെ പാരഗ്രാഫിന് എനിക്കിവിടെ വേണ്ടത് ബ്ലൂ എന്ന കളറാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ഈ പാരഗ്രാഫ് സൂചിപ്പിക്കുന്നത് എവിടെയാ? ഇതാ ഈ പാരഗ്രാഫിന്റെ ഈ പി എന്ന് പറഞ്ഞ ടാഗ് ആണല്ലോ. അതുകൊണ്ട് ഈ പി ടാഗിന്റെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒരു സ്പേസ് കൊടുക്കുക. എന്നിട്ട് ക്ലാസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഈക്വൽ ടു കൊടുക്കുക. എന്നിട്ട് ഡബിൾ ക്വാഡ്സ് ഇട്ടിട്ട്, ഇതിനെയാണ് ഡബിൾ ക്വാഡ്സ് എന്ന് പറയുന്നത്. ഡബിൾ ക്വാഡ്സ് ഇട്ടിട്ട് അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. ഓക്കെ, മനസ്സിലാക്കാൻ വേണ്ടി ഞാനിവിടെ ബ്ലൂ എന്ന് കൊടുത്തു. ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ആദ്യത്തെ പാരഗ്രാഫിന് ക്ലാസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ബ്ലൂ എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. ഓക്കെ, ഈ പേര് തന്നെ കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. ഞാൻ എൻ്റെ ആദ്യത്തെ പാരഗ്രാഫിന് ഒരു പേരിട്ട് കൊടുത്തു. ഓക്കെ, പേര് വിളിയൊക്കെ കഴിഞ്ഞു, ബ്ലൂ എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി എൻ്റെ രണ്ടാമത്തെ പാരഗ്രാഫ് ഒപ്പന തിരുവാതിര ഇതാണല്ലോ. ഈ പാരഗ്രാഫ് സൂചിപ്പിക്കുന്നത് ഇതാ ഇത്രയും ഭാഗത്തല്ലേ. അതുകൊണ്ട് ഈ പാരഗ്രാഫിന് എന്ത് ചെയ്യുന്നു, പിയുടെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ട് ക്ലാസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഈക്വൽ ടു ഇടുന്നു. ഡബിൾ ക്വാഡ്സിനകത്ത് ഇതിന് വേറെ ഒരു പേര് കൊടുക്കുക. ഞാൻ റെഡ് എന്ന് കൊടുത്തു. ഇനി ശ്രദ്ധിച്ചോ, ഇനി ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ കാസ്കേഡിംഗ് സ്റ്റൈൽ എവിടെയാണ് കൊടുക്കുന്നത്? ഹെഡ് ടാഗ് ഇവിടെയുണ്ട്, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഹെഡ് ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനിടയിലായിട്ട് സ്റ്റൈൽ എന്ന ടാഗ് ഓപ്പൺ ചെയ്തു, സ്റ്റൈൽ എന്ന ടാഗ് ക്ലോസ് ചെയ്തു. ആ സ്റ്റൈൽ ടാഗിൻ്റെ ഉള്ളിലായിട്ടാണല്ലോ നമ്മുടെ കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കുന്നത്. ഞാനിവിടെ ഈ പി എന്ന ടാഗ് മുഴുവനായിട്ട്, ആ പി എന്ന് പറഞ്ഞ ആ കാസ്കേഡിംഗ് സ്റ്റൈൽ ആ ഭാഗം ഫുള്ള് കളഞ്ഞു. എന്നിട്ട് ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ പി എന്ന് കൊടുത്തു, ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, പി എന്ന് കൊടുത്തു, ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആദ്യത്തെ പാരഗ്രാഫിൻ്റെ ആ ഒരു പേരുണ്ടല്ലോ, ഇതിനെ ക്ലാസ് എന്ന് വിളിക്കും. ആ ക്ലാസ് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബ്ലൂ എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് നമ്മുടെ CSS ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്തു. ഞാനിതാ ഇവിടെ തന്നെ അത് ക്ലോസ് ചെയ്യുന്നുണ്ട്. ക്ലോസ് ചെയ്തു, ഓപ്പൺ ചെയ്തു, കുറച്ച് താഴെ ക്ലോസ് ചെയ്തു. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സവിശേഷതകൾ എന്തൊക്കെയാണോ അത് അതേപോലെ ടൈപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇതാ ഇത്രയും കാര്യങ്ങൾ ടൈപ്പ് ചെയ്തു. വ്യത്യാസം എന്ത് വരുത്തിയത്? ഇവിടെ ഒരു കളർ, ഈ ഒരു ഹെക്സാഡെസിമൽ കളർ കോഡ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഹെക്സാഡെസിമൽ കളർ കോഡ് സൂചിപ്പിക്കുന്നത് നീല നിറത്തെയാണ്. ഓക്കെ, ഇവിടെ ഞാനൊരു ഹെക്സാഡെസിമൽ കളർ കോഡ് മാറ്റം വരുത്തി. അത് എന്ത് ചെയ്യുന്നു, ഇവിടെ ടാഗ് നെയിം കൊടുത്തു, ഒരു ഡോട്ട് ഇട്ടിട്ട് നമ്മുടെ ആ ഒരു ക്ലാസ് എന്താണോ അത് കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ തൊട്ട് താഴെ വീണ്ടും പി എന്ന് പറഞ്ഞു കൊടുക്കുന്നു, ഒരു ഡോട്ട് ഇടുന്നു. അടുത്ത ക്ലാസ്സിൻ്റെ പേര് ഇതാ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഈ ഒരു ക്ലാസ് ഉണ്ടല്ലോ, ആ ക്ലാസ് അതേപോലെ ഇവിടെ കൊടുക്കുക. എന്നിട്ടിതാ ഈ ഒരു കളർ ഞാനിവിടെ ചെറുതായിട്ട് മാറ്റി കൊടുത്തു. ഈ ഒരു ഹെക്സാഡെസിമൽ കളർ കോഡ് സൂചിപ്പിക്കുന്നത് റെഡ് കളറിനെയാണ് കേട്ടോ. ആദ്യത്തെ പാരഗ്രാഫിന് ബ്ലൂ എന്നൊരു പേര് വിളിച്ചു കൊടുത്തു അല്ലേ, താഴെ ഉള്ള പാരഗ്രാഫിന് റെഡ് എന്ന പേര് കൊടുത്തു. എന്നിട്ട് ഇത് രണ്ട് പാരഗ്രാഫ് ടാഗ് ആയതുകൊണ്ട് കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കുമ്പം പാരഗ്രാഫ് എന്ന് സൂചിപ്പിക്കുന്ന ആ ഒരു പാരഗ്രാഫ് ടാഗ് അത് അതേപോലെ കൊടുത്തു. എന്നിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് എന്താണോ ക്ലാസ്, ആ ക്ലാസ് ആണ് ഇവിടെ കൊടുത്തത്. ഓക്കെ, അടുത്ത പാരഗ്രാഫ് എന്നിട്ടൊരു ഡോട്ട് ഇട്ടിട്ട് അടുത്ത ആ ഒരു പാരഗ്രാഫിന്റെ ക്ലാസ് എന്താണോ ആ ക്ലാസ് ആണ് ഞാനിവിടെ കൊടുത്തത്. എന്നിട്ട് ആ ബ്ലൂ എന്ന് പറഞ്ഞ ക്ലാസ് അതിന് വേണ്ട സവിശേഷതകൾ മൊത്തം നമ്മൾ കൊടുത്തു. അടുത്തത് റെഡിന് വേണ്ട, അതായത് ഈ ഒരു പാരഗ്രാഫിന് എന്തൊക്കെ സവിശേഷതകൾ വേണോ അത് മൊത്തം നമ്മളിവിടെ കൊടുത്തു. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യാം. ഫയലിൽ സേവ് കൊടുക്കുക. സേവ് ആയല്ലോ, സേവ് ആയി. ഇനി നമ്മുടെ ഇതാ വെബ് പേജ് ഇവിടെ ഓൾറെഡി നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ റീലോഡ് കൊടുത്താൽ മതി. റീലോഡ് കൊടുക്കുന്നു. അപ്പോൾ എന്താ വന്ന വ്യത്യാസം കണ്ടില്ലേ? നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിന് നീല നിറം വന്നു, രണ്ടാമത്തെ പാരഗ്രാഫിന് റെഡ് ചുവന്ന നിറം വന്നു. ഇത്തരത്തിൽ കൊടുക്കുന്നതിന്, അതായത് ക്ലാസ് ഇവിടെ ഒരു ക്ലാസ് കൊടുത്തിട്ട് ഈ രീതിയിൽ ഡോട്ട് ആ ക്ലാസ് കൊടുത്തിട്ട് സവിശേഷതകൾ നമ്മൾ ഇതുപോലെ വിവരിച്ചു കൊടുക്കുന്നതിനെയാണ് നമ്മൾ ക്ലാസ് സെലക്ടർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു വെബ് പേജിൽ കുറച്ചുകൂടി നല്ല അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതായത് നമുക്കറിയാം, നമ്മൾ നേരത്തെ ആ ഒരു വെബ് പേജിൽ നമുക്ക് ആ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിന് നല്ലൊരു കളർ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അതേപോലെ നമുക്ക് നമ്മുടെ ഈ ഒരു വെബ് പേജിനും ബാക്ക്ഗ്രൗണ്ടിന് ഒരു കളർ കൊടുത്തൂടെ? നമ്മൾ അവിടെ ബാക്ക്ഗ്രൗണ്ടിന് എങ്ങനെയായിരുന്നു കളർ കൊടുത്തത്? ബോഡി ടാഗിന് BG കളർ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് കൊടുത്തു. എന്നിട്ടാണ് നമുക്ക് ആ കളർ കൊടുക്കാൻ പറ്റിയത്. എന്നാൽ CSS ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു വെബ് പേജിന് കളർ കൊടുത്താലോ?
അതെങ്ങനെയെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നമുക്കിവിടെ അറിയാം ബോഡി ടാഗ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ബോഡി ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഈ ബോഡി ടാഗിന് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്താൽ പോരെ? ആക്ടിവിറ്റി 3.5 നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ആയിട്ട് നമ്മുടെ ടാഗിന്റെ പേര് കൊടുക്കാം. ടൈപ്പ് സെലക്ടർ ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഡയറക്റ്റ് ടാഗിന്റെ പേര് തന്നെ അങ്ങ് കൊടുക്കും. ടാഗിന്റെ പേര് കൊടുത്തു, എന്നിട്ട് CSS ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. കുറച്ച് താഴെ ഞാനത് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇതിനകത്തായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാം. നമുക്കറിയാം ബോഡിക്ക് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളറാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് ആണ് വേണ്ടത്. സോ ബാക്ക്ഗ്രൗണ്ട് എന്ന് ടൈപ്പ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക, ഒരു കോളൻ ഇട്ട് കൊടുക്കാം. ഇതേപോലെ D0F2F8 എന്ന ആ ഒരു ഹെക്സാഡെസിമൽ കളർ കോഡ് കൊടുത്തു, സെമി കോളം കൊടുത്തു. ഇവിടെ സെമി കോളനും കോളനും ഒന്നും മാറിപ്പോരുത് കേട്ടോ. ഫയലിൽ സേവ് കൊടുക്കുക, ഫയലിൽ സേവ് കൊടുത്തല്ലോ. അപ്പോൾ നമ്മുടെ വെബ് പേജ് ഇത് തന്നെയാണ്. ഇത് നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. റീലോഡ് ചെയ്യാൻ ഇതാ ഇവിടെ റീലോഡ് കറന്റ് പേജ് എന്ന ബട്ടൺ ഉണ്ട്, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കണ്ടോ, നമുക്ക് ബാക്ക്ഗ്രൗണ്ടിന് നല്ലൊരു കളർ കിട്ടി അല്ലേ? ഇത്തരത്തിലാണ് നമുക്ക് കാസ്കേഡിംഗ് സ്റ്റൈൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ വെബ് പേജിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കളർ കൊടുക്കാൻ പറ്റുന്നത്. നമ്മളെന്തായാലും നമ്മുടെ വെബ് പേജിനെ നല്ല കുറച്ചുകൂടി ഭംഗി കൂട്ടാനല്ലേ എപ്പോഴും നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ 2 ഹെഡിങ്ങിനും ഓരോ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്താലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം രണ്ടും ഒരേ ടാഗാണ് ഉപയോഗിച്ചത്, രണ്ടിനും ഒരേ ബാക്ക്ഗ്രൗണ്ട് കളർ തന്നെ നമുക്ക് കൊടുക്കാം. നമ്മൾ ബോഡിക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തതുപോലെ H3ക്ക് ഇവിടെ നമ്മൾ മറ്റൊരു പ്രോപ്പർട്ടി കൂടി നമ്മൾ ഇവിടെ കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കണം, ബാക്ക്ഗ്രൗണ്ട് ബോഡിക്ക് കൊടുത്തതുപോലെ തന്നെ നമ്മൾ H3ക്കും ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു, ഒരു കോളൻ ഇട്ടു, #FF0000 സെമിക്കോളൻ ഇത്രയും കൊടുക്കുക. ഈ ഒരു ഹെക്സാഡെസിമൽ കളർ കോഡ് സൂചിപ്പിക്കുന്നത് റെഡിനെയാണ്. ഓക്കെ, ഇത് സേവ് ചെയ്യാം. ഫയലിൽ സേവ് കൊടുക്കുക, ഫയലിൽ സേവ്. ഇനി നമുക്ക് ഇതിനെ റീലോഡ് ചെയ്താൽ പോരെ? റീലോഡ് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ആ ഹെഡിങ്ങിന് കൂടി ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ ഒരു 3 വെബ് പേജ് തയ്യാറാക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് ഒന്നിലധികം കുറേ വെബ് പേജ് നിങ്ങൾ തയ്യാറാക്കുകയാണ്. ഉദാഹരണത്തിന് ഒരു 3 വെബ് പേജ് തയ്യാറാക്കുകയാണ്. ഈ 3 വെബ് പേജിന് നിങ്ങൾക്ക് ഏകദേശം ഒരേ സ്റ്റൈൽ തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഓരോ വെബ് പേജിലും ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഉള്ളിലായിട്ട് സ്റ്റൈൽ എന്ന ടാഗ് കൊടുത്ത് അതിനകത്ത് നിങ്ങൾ കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കും. അടുത്ത വെബ് പേജിലും ഇതേപോലെ തന്നെ ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ സ്റ്റൈൽ ടാഗ് കൊടുത്ത് അതിനകത്ത് കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കും. അതേപോലെ അടുത്ത വെബ് പേജിലും ഇതുപോലെ നിങ്ങൾ എത്ര വെബ് പേജ് തയ്യാറാക്കണോ അതിനെല്ലാം ഒരേ സ്റ്റൈലാണ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാത്തിനും ഇങ്ങനെ ഇതേ കോഡ് തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കണ്ടേ? അതും ഒരു പ്രശ്നമല്ല. ഇങ്ങനെ കോഡ് വീണ്ടും വീണ്ടും നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ ഈ കോഡ് റിപ്പീറ്റേഷൻ അല്ലേ അവിടെ ചെയ്യുന്നത്. ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു കാര്യം നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഞാൻ ആദ്യം എൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. IT എന്നതാണ് എൻ്റെ ഫോൾഡർ, അത് ഓപ്പൺ ചെയ്യാം. അതിനകത്ത് kalolsavan.html എന്ന് പറഞ്ഞ ഒരു ഫയൽ ഉണ്ട് അല്ലേ? ആ ഒരു HTML ഫയൽ ഉണ്ട്. ഇതിനെ ഞാൻ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറക്കുന്നു. ഇത്തരത്തിലുള്ളൊരു ഫയലിനെ നമുക്ക് ടെക്സ്റ്റ് എഡിറ്ററിൽ തുറക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. മാറിപ്പോവരുത്, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. എന്നിട്ട് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ ഇതാ കുറച്ച് ആപ്ലിക്കേഷൻസ് കാണാലോ. ഇവിടെ ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞിട്ട് കാണാം. അഥവാ ഇവിടെ ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ വ്യൂ ഓൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് എഡിറ്റർ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് എഡിറ്റർ ഇങ്ങനെ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സെലക്ട് കൊടുക്കുക. അപ്പോൾ കണ്ടോ, നമ്മുടെ ആ ഒരു വെബ് പേജിൻ്റെ ആ ഒരു കോഡ് മുഴുവൻ, ആ ഒരു HTML കോഡ് മുഴുവൻ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഓപ്പൺ ആയിട്ട് കിട്ടും. ഇവിടെ സ്റ്റൈൽ ടാഗ് ഉണ്ട് അല്ലേ? സ്റ്റൈൽ എന്ന ടാഗ് ഇതാ ഇവിടെ ഉണ്ട്, സ്റ്റൈൽ എന്ന ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ ഇതേപോലെ സെലക്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. നമുക്കിത് മുഴുവൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഈ സെലക്ട് ചെയ്ത സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, കട്ട് കൊടുക്കുക. അത് മുഴുവൻ ഞാൻ കട്ട് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ഒരു പുതിയ ഫയൽ എടുക്കുകയാണ്. പുതിയ ഫയൽ എടുക്കാൻ ഇവിടെ ഒരു ബട്ടൺ കണ്ടോ? ഇത് ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെന്റ് എന്ന ബട്ടണാണ്. ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടെ ഒരു പേരില്ലാത്ത അൺടൈറ്റിൽഡ് ഡോക്യുമെന്റ് 1 എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് കിട്ടി. ഇവിടെ ഞാൻ ആ കട്ട് ചെയ്ത സാധനം പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യാം, പേസ്റ്റ് കൊടുക്കുക. ഇനി ഈ ഫയലിനെ ഞാൻ സേവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ സേവ് ബട്ടൺ കണ്ടോ? ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളോട് എവിടെ സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഡെസ്ക് ടോപ്പിലെ IT എന്ന നമ്മുടെ ആ ഫോൾഡർ തന്നെ ചൂസ് ചെയ്യുന്നു. ഈ ഫോൾഡറിനകത്ത് സേവ് ചെയ്യണം. സേവ് ചെയ്യേണ്ട പേര് ശ്രദ്ധിക്കുക, style.css.
.html അല്ല .css. ഓക്കെ, ഈ പേര് മാറിപ്പോവരുത്, എക്സ്റ്റൻഷൻ മാറിപ്പോവരുത്. സ്റ്റൈൽ എന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ ഇപ്പം നിങ്ങൾ സ്റ്റൈൽ എന്ന് തന്നെ കൊടുക്കുക. .css എന്ന ആ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുക. എന്നിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം അത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ style.css എന്ന ഫയൽ അങ്ങ് ക്ലോസ് ചെയ്യാണ്. ഓക്കെ, അതങ്ങ് ക്ലോസ് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി സേവ് ചെയ്തല്ലോ, ക്ലോസ് ചെയ്തു. എന്നിട്ട് ഈ ഒരു ഫയൽ കണ്ടോ, ഇത് നമ്മൾ ആ കട്ട് ചെയ്ത ഫയലാണ് അല്ലേ, ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ആ ഒരു ഫയലാണ്. ഇതിനെ ഞാൻ മറ്റൊരു പേരിൽ സേവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, മറ്റൊരു പേരിൽ സേവ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ആസ് കൊടുക്കുക. ഓക്കെ, ഇതിനെ വേറൊരു പേരിൽ സേവ് ചെയ്യണം. അപ്പോൾ സേവ് ആസ് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫോൾഡർ ചൂസ് ചെയ്യുക. ഡെസ്ക്ടോപ്പിൽ IT എന്ന ഫോൾഡർ ചൂസ് ചെയ്യുന്നു. നിങ്ങളുടെ ഫോൾഡർ ചൂസ് ചെയ്യുക. അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, കലോത്സവം ന്യൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. കലോത്സവം ഇവിടെ ഒരു അണ്ടർസ്കോർ കൊടുത്തിട്ട് ന്യൂ എന്ന് കൊടുത്തു. ഓക്കെ, കലോത്സവം ന്യൂ എന്ന് പറഞ്ഞു കൊടുത്തു. .html. ഓക്കെ, അണ്ടർസ്കോർ കൊടുക്കാനുള്ള കീ ഇതാണ് കേട്ടോ. എന്നിട്ട് new .html എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യുന്നു. ഓക്കെ, സേവ് ചെയ്തല്ലോ. ഇനി ഞാനിത് മുഴുവൻ ക്ലോസ് ചെയ്യാണ്. ഓക്കെ, എല്ലാം ക്ലോസ് ചെയ്തു. ഇപ്പം നമ്മുടെ ഫോൾഡർ നോക്കുക. ഫോൾഡറിനകത്ത് ശ്രദ്ധിച്ച് നോക്കണം, ഒരു കലോത്സവം .html എന്നൊരു ഫയലുണ്ട്, കലോത്സവം ന്യൂ .html എന്ന ഫയലുണ്ട്, style.css എന്ന ഫയലുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമേ ഉണ്ടാക്കിയ കലോത്സവം .html എന്ന ഫയല് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാം. എന്ത് ചെയ്യാം, ഒന്നുകിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ഫയർഫോക്സ് കൊടുക്കാം. ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ഫയർഫോക്സ് കൊടുക്കുന്നു. നമ്മുടെ വെബ് പേജ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് രണ്ടാമത്തെ ഫയൽ എന്ന് പറയുന്നത് ഏതാ, ആ കാസ്കേഡിംഗ് സ്റ്റൈൽ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞത് അല്ലേ, അത് ഞാൻ എന്ത് ചെയ്യുന്നു, ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ വിത്ത് ഫയർഫോക്സ് കൊടുക്കുക. ഓക്കെ, ഇത് കണ്ടോ, ഇത് നമ്മുടെ ആദ്യത്തെ പഴയ ഫയൽ, ഇത് പുതിയ ഫയൽ. ഇത് വൃത്തിയിൽ കാണാൻ വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ പിടിച്ച് ഇങ്ങോട്ടേക്ക് നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്കത് 2 വിൻഡോയിൽ കിട്ടും. ഓക്കെ, ഇത് രണ്ടും നല്ല വ്യത്യാസമുണ്ട് അല്ലേ. ഇതെന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു വ്യത്യാസം വന്നേ? ഈ ആദ്യത്തെ ഫയലിൻ്റെ സോഴ്സ് കോഡ് നമുക്കൊന്ന് എടുത്ത് നോക്കിയാലോ. ഈ സോഴ്സ് കോഡ് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് ഈ ആദ്യത്തെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ പേജ് സോഴ്സ് എടുത്താൽ മതി. നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റൈല് കാസ്കേഡിംഗ് സ്റ്റൈലായിട്ട് ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട് അല്ലേ. എന്നാൽ നമ്മൾ പുതിയ തയ്യാറാക്കിയ കലോത്സവം ന്യൂ എന്ന ഫയലിനകത്ത് നമുക്കിതാ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേജ് സോഴ്സ് എടുത്ത് നോക്കാം. ഇവിടെ നമ്മൾ ആ സ്റ്റൈൽ ടാഗിനകത്ത് കൊടുത്ത മുഴുവൻ കാര്യങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ആ കൊടുത്ത സ്റ്റൈലുകളൊന്നും വന്നിട്ടില്ല. ഈ ഒരു പ്രശ്നം എങ്ങനെ ഒഴിവാക്കാന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കിപ്പം നമ്മുടെ ഫോൾഡറിനകത്ത് style.css എന്ന് പറഞ്ഞിട്ട് സ്റ്റൈലുകളൊക്കെയുള്ള ആ ഒരു കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ഉണ്ട്. അതേപോലെ നമ്മുടെ വെബ് പേജ് കലോത്സവം ന്യൂ .html എന്ന് പറഞ്ഞൊരു ഫയലിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ style.css എന്ന ഈ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിലെ മുഴുവൻ സ്റ്റൈലും നമുക്ക് നമ്മുടെ വെബ് പേജിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിനെ നമ്മുടെ വെബ് പേജിലേക്ക് ലിങ്ക് ചെയ്ത് കൊടുത്താൽ പോരെ. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് ലിങ്ക് എന്ന് പറയുന്ന ടാഗ്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട ആ ഒരു വെബ് പേജ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ആ സ്റ്റൈലുകളൊന്നും ഇല്ലാത്ത ആ ഒരു വെബ് പേജ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇവിടെ ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക, സെലക്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഈ ഒരു സ്റ്റൈൽ ടാഗ് നമുക്കങ്ങ് കളയാം. ഈ സ്റ്റൈൽ ടാഗ് ഇനി നമുക്ക് ആവശ്യമായിട്ടില്ല. നമ്മളിവിടെ ഹെഡ് ടാഗ് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തതിൻ്റെ ഇടയിലായിട്ട് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് ലിങ്ക് എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. ആ ടാഗ് കൊടുക്കുക. ലിങ്ക് എന്ന് പറഞ്ഞ ടാഗ് കൊടുക്കുക, ഒരു സ്പേസ് കൊടുക്കുക, എന്നിട്ട് REL എന്ന് കൊടുക്കുക. REL ഈക്വൽ ടു, എന്നിട്ട് ശ്രദ്ധിക്കണം തെറ്റിപ്പോവാതെ ടൈപ്പ് ചെയ്യുക. ഇവിടെ ഡബിൾ ക്വാഡ്സ് കൊടുത്തിട്ട്, ഡബിൾ ക്വാഡ്സ് എങ്ങനെ കൊടുക്കുക, അതിന് വേണ്ടിയുള്ള കീ ഇതാ, ഈ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ ഡബിൾ ക്വാഡ്സിൻ്റെ കീ ആണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഡബിൾ ക്വാഡ്സ് കിട്ടും. എന്നിട്ട് ഇവിടെ സ്റ്റൈൽ ഷീറ്റ് എന്ന് കൊടുക്കുക. ഒരു സ്പേസ് ഇട്ട് കൊടുക്കുക, ടൈപ്പ് എന്ന് കൊടുക്കുക, ഈക്വൽ ടു ഡബിൾ ക്വാഡ്സിനകത്ത് text/css, വീണ്ടും ഒരു സ്പേസ് കൊടുക്കുക, href ഈക്വൽ ടു ഡബിൾ ക്വാഡ്സിനകത്ത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതേപോലെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് href എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കേണ്ടത് നിങ്ങളുടെ CSS ഫയൽ ഉണ്ടല്ലോ, ഈ CSS ഫയലിൻ്റെ പേരെന്താണോ അത് അതേപോലെ, ഇവിടെ ഞാൻ കൊടുത്തത് style.css എന്നാണ്, അതുകൊണ്ട് അതേപോലെ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ,
ഇനി ആ ഒരു ആംഗിൾ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യണം. ഓക്കെ, ഈ ലൈൻ വളരെ ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് ഇത് നിങ്ങൾ പഠിക്കണം. ഇത് എന്തോ വലിയ കാര്യമാണെന്നൊന്നും വിചാരിക്കേണ്ട. ലിങ്ക് എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്, REL എന്നൊരു ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റൈൽ ഷീറ്റ് എന്നതാണ് എന്ന് കൊടുത്തു. ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് text/CSS എന്ന് പറഞ്ഞു കൊടുത്തു. HREF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ്. അതിനുശേഷം നമ്മൾ കൊടുക്കുന്നത് എന്താ, ആ HREF എന്ന ആട്രിബ്യൂട്ട് കൊടുത്തിട്ട് നമ്മുടെ ഫയലിന്റെ ആ CSS ഫയലിന്റെ പേരെന്താണോ അത് അതേപോലെ എക്സ്റ്റൻഷൻ അടക്കം അതേപോലെ കൊടുക്കാം. ഓക്കെ, ഇനി ഞാനിത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്യാൻ ജസ്റ്റ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. സേവ് ചെയ്തു. ഓക്കെ, ഇനി ഇതാണല്ലോ നമ്മുടെ ഫയൽ. ഇത് നമുക്കൊന്ന് ബ്രൗസറിൽ ഓപ്പൺ ചെയ്താലോ? ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ഫയർഫോക്സ് കൊടുക്കാം. ഇപ്പൊ കണ്ടോ, ഇപ്പൊ എന്താ സംഭവിച്ചേ? ഇതാ നമുക്ക് അതിന്റെ കോഡ് ഇതാ ഇവിടെയുണ്ട്, നമ്മുടെ വെബ് പേജ് ഇവിടെയുണ്ട്. നമ്മൾ ജസ്റ്റ് ഇത്രയേ ചെയ്തിട്ടുള്ളൂ. ഈ സ്റ്റൈൽ ഷീറ്റ് ഫയലിനെ നമുക്ക് ആവശ്യമായുള്ള വെബ് പേജിന്റെ ആ ഒരു ഫയലിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ കൊടുത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഈ style.css എന്ന ഫയലിലെ മുഴുവൻ സ്റ്റൈലും നമ്മുടെ ഈ വെബ് പേജിനകത്ത് കൊണ്ടുവരാൻ പറ്റി. ഇത്തരത്തിൽ നമ്മൾ .css എന്ന എക്സ്റ്റൻഷനോട് കൂടിയിട്ട് ഒരു ഫയൽ തയ്യാറാക്കിയിട്ട് അതിനെ നമ്മൾ ലിങ്ക് ടാഗ് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള വെബ് പേജിലേക്ക് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ CSS കൊടുക്കുന്നതിനെയാണ് എക്സ്റ്റേണൽ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ CSS. ഇപ്പം നമ്മൾ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും ലിങ്ക് ടാഗ് ഉപയോഗിച്ച് അതെങ്ങനെ ലിങ്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് IT ഫെയറിന് വേണ്ടിയിട്ട് ഒരു വെബ് പേജ് തയ്യാറാക്കാം. അതേപോലെ സയൻസ് ഫെയറിന് വേണ്ടിയിട്ട് വേറെ ഒരു വെബ് പേജ് തയ്യാറാക്കാം. ഈ രണ്ട് വെബ് പേജിനും ഏകദേശം ഒരേ സ്റ്റൈല് തന്നെയാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ രണ്ട് വെബ് പേജിനും ഒരേ സ്റ്റൈല് കൊടുത്തുകൊണ്ട് എളുപ്പത്തിൽ നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം IT ഫെയറിന് വേണ്ടിയിട്ടുള്ള ഒരു വെബ് പേജ് തയ്യാറാക്കാം. ആപ്ലിക്കേഷൻസ്, ആക്സസറീസ്, ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ഇവിടെ ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ടല്ലോ. ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യാണ്. കുറച്ച് കാര്യങ്ങൾ ഇതാ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. സാധാരണ നമ്മുടെ വേർഷൻ സൂചിപ്പിക്കാൻ വേണ്ടി .type HTML എന്ന് കൊടുത്തു. അതിനുശേഷം അത് കൊടുക്കണം നിർബന്ധമില്ല കേട്ടോ. അതിനുശേഷം HTML എന്ന ടാഗ് ഓപ്പൺ ചെയ്തു, HTML എന്ന ടാഗ് ക്ലോസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് IT ഫെയർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ബോഡിക്കകത്തായിട്ട് ഒരു ഹെഡിങ്, അതേപോലെ ആ ഹെഡിങ്ങിന് ബ്ലൂ എന്നൊരു ക്ലാസ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് IT ഫെയർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പാരഗ്രാഫ് ടാഗ് ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു പാരഗ്രാഫും കൊടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ കുഴപ്പങ്ങളൊന്നുമില്ല. ശ്രദ്ധിച്ചൊന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിനെ സേവ് ചെയ്യാം. ഫയലിൽ സേവ് കൊടുക്കുക. ഫയലിൽ സേവ്. എവിടെ? നമ്മുടെ ഡെസ്ക്ടോപ്പിലെ നിങ്ങളുടെ സ്വന്തം ഫോൾഡർ ഓപ്പൺ ചെയ്യാം. എന്ത് പേര് കൊടുക്കണം? ഞാനിവിടെ IT ഫെയർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. IT ഫെയർ .html. ഇത് HTML ആണല്ലോ, അതുകൊണ്ട് .html എന്നാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യുന്നു. ഇനി വീണ്ടും ഞാൻ മറ്റൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഫയലിൽ ന്യൂ കൊടുത്താൽ മതി. ഈ ഫയലിനകത്ത് ഞാൻ വേറെ ഒരു വെബ് പേജ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഞാൻ വേറെ സയൻസ് ഫെയറിന് വേണ്ടിയിട്ട് ഒരു വെബ് പേജ് തയ്യാറാക്കിയിട്ട് കുറച്ച് ടാഗുകളും കാര്യങ്ങളും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് സേവ് ചെയ്യുന്നു. ഫയലിൽ സേവ് കൊടുക്കുക. ഫയലിൽ സേവ് ചെയ്ത ഈ ഫയലാണ്, പുതിയ ഫയലാണ്. ഫയലിൽ സേവ് കൊടുക്കുക. പുതിയൊരു പേരിൽ നമുക്ക് സേവ് ചെയ്യാം. ഇതിനെ സയൻസ് ഫെയർ എന്ന പേര് കൊടുക്കാം. സയൻസ് ഫെയർ .html എന്ന പേര് കൊടുത്തു. നമ്മുടെ ഡെസ്ക്ടോപ്പിലെ IT എന്ന ഫോൾഡറിൽ സേവ് ചെയ്തു. ഓക്കെ, ഇപ്പം ഇതാ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും, രണ്ടും രണ്ട് വെബ് പേജാണ്. ഇത് IT ഫെയറിൻ്റെ ഒരു വെബ് പേജ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള HTML കോഡാണ്. ഇത് സയൻസ് ഫെയറിൻ്റെ വെബ് പേജ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള HTML കോഡാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് നോക്കാം, H1 എന്ന് പറഞ്ഞിട്ടുള്ള ടാഗിന് ബ്ലൂ എന്ന് പറഞ്ഞൊരു ക്ലാസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ പാരഗ്രാഫിന് ബ്ലൂ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ രണ്ടുമാണ് ഞാനിവിടെ ക്ലാസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു വെബ് പേജിലും ഈ ഒരു H1ന് ബ്ലൂ എന്നും ഈ പാരഗ്രാഫിന് ബ്ലൂ എന്നും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും പുതിയൊരു CSS ഫയൽ തയ്യാറാക്കുകയാണ്. അതിനെന്ത് ചെയ്യാം? ഫയലിൽ ന്യൂ കൊടുക്കുക. ഫയലിൽ ന്യൂ. ഓക്കെ, പുതിയൊരു ഫയലാക്കി. ഇനി എന്ത് ചെയ്യാം? ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്തു. അതെന്താണെന്ന് പറഞ്ഞുതരാം. ഈ ഒരു ഫയലിന്, അതായത് ഇത് നമുക്കറിയാം കാസ്കേഡിംഗ് സ്റ്റൈലാണ് അല്ലേ. ഇത് നമുക്ക് സേവ് ചെയ്യണം. എന്ത് പേരിൽ സേവ് ചെയ്യാം? ഫയലിൽ സേവ് കൊടുക്കുക. ഫയലിൽ സേവ് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫോൾഡർ സെലക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ രണ്ട് വെബ് പേജും സേവ് ചെയ്ത അതേ ഫോൾഡർ തന്നെ ചൂസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമുക്ക് മൈ സ്റ്റൈൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, പക്ഷെ അത് മറന്നു പോകരുത്. കാരണം ലിങ്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഓർമ്മയുണ്ടാകണം. മൈ സ്റ്റൈൽ .css
.html അല്ല, ഇത് നമ്മുടെ CSS ഫയലാണ്, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ആണ്. .css എന്ന എക്സ്റ്റൻഷൻ കൊടുക്കുക, സേവ് കൊടുക്കുക. ഓക്കെ, ഇനി ഇതൊന്ന് പറഞ്ഞു തരാം ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളതെന്ന്. നമ്മുടെ വെബ് പേജ്, ഇത് നമ്മുടെ സയൻസ് ഫെയറിന്റെ വെബ് പേജ് ആണ്. ഇപ്പൊ ഇത് നോക്കിയേ, ഇവിടെ ഞാൻ ബോഡി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ ബോഡി എന്ന ഈ ഒരു ടാഗ് ഉണ്ട്. ആ ബോഡിക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് കളർ, അതായത് നമ്മുടെ വെബ് പേജിന് വേണ്ട ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണ് എന്നുള്ളത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ .blue എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഈ ബോഡി എന്ന് പറഞ്ഞു കൊടുത്തത് ടൈപ്പ് സെലക്ടർ ആയിട്ടാണ്, അതായത് ടാഗിന്റെ നെയിം അതേപോലെ കൊടുത്തു. അതേപോലെ h2 എന്ന് പറഞ്ഞ ടാഗ്, ഇതാ h2 എന്ന് പറഞ്ഞ ടാഗ് ഇവിടെ ഉണ്ട്. നമ്മുടെ വെബ് പേജിൽ എവിടെയൊക്കെ h2 എന്ന ടാഗ് ഉണ്ടോ അതിനൊക്കെ തന്നെ ഒരേ സ്റ്റൈലാണ് വരേണ്ടതെങ്കിൽ നമ്മൾ ടൈപ്പ് സെലക്ടർ ആയിട്ട് h2 എന്ന ടാഗിന്റെ പേര് തന്നെ കൊടുത്തിട്ട് അതിന് വരേണ്ട കളർ, അതിന് വരേണ്ട ആ ടെക്സ്റ്റിന് വേണ്ട കളറും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ട കളറും കൊടുത്തു. ഇനി നിങ്ങൾ ഇതാ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇത് നിങ്ങൾക്കറിയാം ക്ലാസ് സെലക്ടർ ആയിട്ടാണ് കൊടുത്തത്. ഇവിടെ നമ്മൾ വെറും .blue എന്നാണ് കൊടുത്തത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കണ്ടോ, h1 എന്ന ടാഗിനാണ് ക്ലാസ് ബ്ലൂ എന്ന് കൊടുത്തത്. ഓക്കെ, p എന്ന ടാഗിനാണ് ക്ലാസ് ബ്ലൂ എന്ന് കൊടുത്തത്. അപ്പോൾ രണ്ടും രണ്ട് ടാഗാണ്, പക്ഷെ പേര് സെയിം, അതായത് ക്ലാസ് സെയിം ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ, അതായത് വേറെ വേറെ ടാഗുകൾക്ക് ഒരേ ക്ലാസ് നെയിം നമുക്ക് കൊടുക്കുകയാണെങ്കിൽ, അതായത് .blue എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയൊക്കെ നമ്മൾ ക്ലാസ് ബ്ലൂ എന്ന് കൊടുത്തിട്ടുണ്ടോ അത് ഏത് ടാഗ് ആണെങ്കിലും അവയ്ക്കൊക്കെ തന്നെ ഇത് വന്നോളും. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ആ ഒരു ഫോൾഡറിനകത്ത് IT ഫെയറിന്റെ HTML ഫയലും ഉണ്ട്, അതേപോലെ സയൻസ് ഫെയറിന്റെ HTML ഫയലും ഉണ്ട്. അതുകൂടാതെ ഇവയിൽ ഉപയോഗിക്കേണ്ട സ്റ്റൈലുകളൊക്കെ style.css എന്ന് പറഞ്ഞിട്ടും നമ്മളൊരു കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ആയിട്ട് നമ്മളത് ആ ഒരു ഫയലും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ സ്റ്റൈല് രണ്ട് വെബ് പേജിലേക്കും കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ലിങ്ക് ടാഗ് ഉപയോഗിച്ചിട്ട് ആ ഒരു കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിനെ, ആ ഒരു CSS ഫയലിനെ നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുത്താൽ പോരെ. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ സേവ് ചെയ്തു. നമുക്കറിയാം itfair.html എന്ന ഫയൽ ഈ ഫോൾഡറിലുണ്ട്, sciencefear.html എന്ന ഫയൽ ഇവിടെ ഉണ്ട്. അതേ ഫോൾഡറിൽ തന്നെ mystyle.css എന്ന നമ്മുടെ CSS ഫയലും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ആദ്യത്തെ ഫയൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കൊടുക്കുക, ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ഫയലിനെ നമ്മൾ ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇവിടെ ടൈറ്റിൽ കഴിഞ്ഞിട്ട്, അതായത് ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കറിയുന്ന പോലെ ലിങ്ക് ടാഗ് ഉപയോഗിച്ചിട്ട് നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുക്കുക. ഈ വരി തെറ്റാതെ ടൈപ്പ് ചെയ്യുക. നമ്മളിവിടെ href എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടത് നമ്മുടെ CSS ഫയലിൻ്റെ പേരും എക്സ്റ്റൻഷനും ആയിരിക്കണം. ഓക്കെ, അത് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിനെ സേവ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇതാ ഇവിടെ സേവ് ബട്ടൺ ഉണ്ട്, സേവ് കൊടുത്താൽ മതി. ഇതും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കൊടുക്കുക, ടെക്സ്റ്റ് എഡിറ്റർ കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ സയൻസ് ഫെയറും ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ആയി കിട്ടി. ഇവിടെയും ഹെഡ് ടാഗിൻ്റെ ഉള്ളിലായിട്ട് സെയിം സാധനം നമ്മൾ കൊടുക്കുക. സെയിം തന്നെ നമ്മൾ കൊടുത്തു. ഇതിനെ സേവ് ചെയ്യണമല്ലോ. ഇവിടെ സേവ് ബട്ടൺ ഉണ്ട്, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കഴിഞ്ഞു. ഇതും ക്ലോസ് ചെയ്യുന്നു. ഈ രണ്ട് വെബ് പേജുമായിട്ട് നമ്മളത് ലിങ്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ വെബ് പേജ് ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം IT ഫെയർ നമുക്കൊന്ന് നോക്കാം. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ഫയർഫോക്സ് കൊടുത്താൽ മതി. ഞാനിപ്പം ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ IT ഫെയർ എന്ന വെബ് പേജ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് സയൻസ് ഫെയർ നോക്കാം. ഇതും ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടില്ലേ, സയൻസ് ഫെയറും കിട്ടി. അതായത് ഇവിടെ പിടിച്ച് ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ നമുക്ക് വേറെ ആയിട്ട് കാണാം, വേറെ ഒരു വിൻഡോയിൽ കിട്ടും. നമ്മൾ ഒരു CSS ഫയൽ തയ്യാറാക്കി വെച്ചിട്ട് ഇതേപോലെ ഒന്നിലധികം വെബ് പേജുകൾക്ക്, നിങ്ങൾക്ക് ഇനിയും വെബ് പേജുകൾ തയ്യാറാക്കുമ്പം അവയ്ക്കൊക്കെ തന്നെ ഈ CSS ഫയൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് നോക്കാം. മറ്റൊരു IT വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.